നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധവും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയും ലോകത്തെ ഇന്ധനക്ഷാമ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് വൻ തിരിച്ചടിയാകുന്ന അമേരിക്കയുടെ പുതിയ തീരുമാനം പുറത്തുവരുന്നത്. റഷ്യൻ എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് നൽകിയിരുന്ന താൽക്കാലിക ഇളവ് ഇനി നീട്ടേണ്ടതില്ല എന്ന ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിലപാട് ഇന്ത്യക്ക് ഇടുത്തിയാവുകയാണ്. റഷ്യൻ എണ്ണയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക ഉപരോധ ഇളവുകൾ നീട്ടേണ്ടതില്ല എന്ന് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ആണ് തീരുമാനിച്ചത്. നിശ്ചിത കാലാവധി കഴിഞ്ഞ ശനിയാഴ്ച അവസാനിച്ചതോടെയാണ് ഈ സുപ്രധാന നടപടി ഉണ്ടായത്. ഇതോടെ കടലിൽ കപ്പലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ആഗോളതലത്തിലുള്ള ഇന്ധന ഇറക്കുമതിക്കാരെ US പൂർണ്ണമായും വിലക്കി. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള ഊർജ്ജ വിപണിയിലുണ്ടായ കടുത്ത വിതരണ തടസ്സങ്ങളും വിലക്കയറ്റവും താൽക്കാലികമായി ശാന്തമാക്കുന്നതിനാണ് ട്രംപ് ഭരണകൂടം ഒരു മാസം നീണ്ടുനിന്ന ഈ അടിയന്തര ഇളവ് പ്രഖ്യാപിച്ചിരുന്നത്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത വ്യോമാക്രമണങ്ങളെ തുടർന്ന് രാജ്യാന്തര ഇന്ധനക്കടത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടേണ്ടി വന്നിരുന്നു. ഇത് ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായി. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ആഗോള ഊർജ്ജ തകർച്ച ഒഴിവാക്കുന്നതിനാണ് കടലിൽ കെട്ടിക്കിടന്ന റഷ്യൻ എണ്ണ ബാരലുകൾ വാങ്ങാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള വൻകിട ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് അമേരിക്ക അനുമതി നൽകിയത്. ഈ ഇളവ് കാലയളവിൽ ഇന്ത്യ പ്രതിദിനം 2.3 ദശലക്ഷം ബാരൽ എണ്ണ എക്കാലത്തെയും ഉയർന്ന റെക്കോർഡ് നിരക്കിലാണ് റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇളവുകൾ അവസാനിച്ചതോടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മറ്റ് ഇന്ധന സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടി വരും. അമേരിക്കയുടെ ഈ പുതിയ കടുത്ത നിലപാടോടെ ആഗോള വിപണിയിൽ എണ്ണ വിതരണം വീണ്ടും പരിമിതപ്പെടുമെന്നും ഇത് ഇന്ധനവില വീണ്ടും കുതിച്ചുയരാൻ കാരണമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുദ്ധം ആരംഭിച്ചത് മുതൽ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില ബാരലിന് $100 മുകളിലാണ് തുടരുന്നത്. നിലവിൽ അമേരിക്കയിൽ തന്നെ പെട്രോൾ വില ഗാലന് $4.5 എന്ന ഉയർന്ന നിരക്കിലാണ് വിപണനം നടക്കുന്നത്. പുതിയ ഉപരോധം കർശനമാകുന്നതോടെ ആഗോള എണ്ണ സൂചികകൾ ഇനിയും മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പോലും വിലയിരുത്തുന്നത്. റഷ്യക്കെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കാനും അതോടൊപ്പം ഇന്ത്യയെ അമേരിക്കൻ തന്ത്രപരമായ ചട്ടക്കൂടിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുമുള്ള ശ്രമമാണ് ഈ നീക്കം എന്നാണ് ലോകം വിലയിരുത്തുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയെ തുടർന്ന് ആഗോള എണ്ണ വിതരണം താറുമാറായപ്പോൾ ഇന്ത്യ പോലുള്ള വൻ ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു അമേരിക്ക നൽകിയ ഈ ഇളവ്. ആ കാലയളവിൽ ഇന്ത്യ റെക്കോർഡ് തോതിൽ റഷ്യൻ അസംസ്കൃത എണ്ണ ഇറക്കുമതിയും ചെയ്തിരുന്നു. കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ച റഷ്യൻ എണ്ണ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പിന്തുണയായി മാറുകയും ആഭ്യന്തര ഇന്ധന വില നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്തു പോകും. എന്നാൽ ഇപ്പോൾ ആ ഇളവ് അവസാനിച്ചതോടെ ഇന്ത്യക്ക് കൂടുതൽ വിലയുള്ള ഗൾഫ് അല്ലെങ്കിൽ അമേരിക്കൻ എണ്ണയിലേക്ക് തിരിയേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇത് ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വില വർധനയ്ക്കും ഗതാഗത ചെലവ് ഉയരുന്നതിനും ഒടുവിൽ സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് കൂടുന്നതിനും കാരണമാകാം. അമേരിക്കയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ സാമ്പത്തിക ശക്തി തകർക്കുക എന്നത് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമാണ്. ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങൾക്ക് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുമ്പോൾ മോസ്കോയ്ക്ക് വരുമാനം ലഭിക്കുന്നുവെന്ന വിമർശനം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ശക്തമായിരുന്നു. ട്രംപ് ഭരണകൂടം മുൻപ് നൽകിയ ഇളവിനെതിരെ ഡെമോക്രാറ്റിക് നേതാക്കൾ വരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യക്കെതിരായ കടുത്ത നിലപാട് ആഭ്യന്തര രാഷ്ട്രീയത്തിലും അമേരിക്കയെ പ്രയോജനപ്പെടുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്. അതേസമയം ഇന്ത്യക്ക് ഇത് വെറും സാമ്പത്തിക വെല്ലുവിളിയല്ല, വിദേശ നയപരമായ പരീക്ഷണവുമാണ്. വർഷങ്ങളായി സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന നിലപാട് ഉയർത്തിക്കാട്ടുന്ന ഇന്ത്യ അമേരിക്കയുമായുള്ള ബന്ധവും റഷ്യയുമായുള്ള പഴയ പ്രതിരോധ ഊർജ്ജ ബന്ധവും ഒരുപോലെ നിലനിർത്താനാണ് ശ്രമിച്ചിരുന്നത്. എന്നാൽ പുതിയ അമേരിക്കൻ നിലപാട് ഇന്ത്യയെ വ്യക്തമായ ഒരു പക്ഷത്തേക്ക് തള്ളാനുള്ള ശ്രമമാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇന്ത്യ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണെങ്കിൽ റഷ്യയുമായുള്ള ബന്ധം ദുർബലമാകാം. മറിച്ച് റഷ്യൻ എണ്ണ വാങ്ങൽ തുടരുകയാണെങ്കിൽ അമേരിക്കൻ ഉപരോധമോ വ്യാപാര സമ്മർദ്ദങ്ങളോ ശക്തമാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഇതിന്റെ ദീർഘകാല പ്രത്യാഘാതം ആഗോള ഊർജ്ജ രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കും. ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടന്ന് പുതിയ വ്യാപാര സഖ്യങ്ങൾ രൂപപ്പെടുത്താൻ ശ്രമിക്കുമോ എന്ന ചർച്ചകൾ ഇതിനോടകം സജീവമായിട്ടുണ്ട്. അതേസമയം അമേരിക്കയ്ക്ക് ഇന്ത്യയെ കൂടുതൽ അമേരിക്കൻ എണ്ണ വിപണിയിലേക്ക് ആകർഷിക്കാനും ചൈന റഷ്യ കൂട്ടുകെട്ടിനെ ദുർബലപ്പെടുത്താനുമുള്ള അവസരമായും ഈ തീരുമാനം മാറാം. റഷ്യൻ എണ്ണ ഇളവ് അവസാനിപ്പിച്ച അമേരിക്കൻ തീരുമാനം ഒരു സാമ്പത്തിക നടപടി എന്നതിലുപരി ലോക ശക്തി സമവാക്യങ്ങൾ പുനർനിർമ്മിക്കുന്ന വലിയ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കേണ്ടി വരുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും മുന്നിലാണെന്ന ആശങ്ക ഇപ്പോൾ ശക്തമാവുകയാണ്.